Praise the Lord. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. 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 Thank you, Jesus. Praise the Lord. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല വിശുദ്ധ പകലിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ജനമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിൽ കടന്നു വരുവാൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ഞങ്ങൾക്കൊരവസരം തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും അതിശയകരമായി ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ വഴി നടത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകലിൽ നന്ദിയുള്ള ഹൃദയത്തോടെ, ഞങ്ങൾ ഒരുമനപ്പെട്ട ഹൃദയത്തോടെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. അവിടുത്തെ സാന്നിധ്യം ഈ ആരാധനയിലുടനീളം ഉണ്ടാകുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ്റെ കരങ്ങളിൽ അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. താഴ്ത്തുന്ന കർത്താവേ, ഏൽപ്പിക്കുന്ന കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവമായ കർത്താവ് കൃപ നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. അടവേ തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ നമുക്ക് ആ പാട്ട് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Praise the Lord. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ ആരാധിക്കാം. അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം, അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുവേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം. യോടെ ഞാൻ പാടിടുമേ പനിനീർ പുഷ്പം ശാരോനി. വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ, ആ സൗന്ദര്യ സമ്പൂർണനെ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം. യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ.
പോൽ നിന്നാമം സൗരഭ്യം വീശുന്നതാ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടും, നന്ദിയോടെ ഞാൻ പാടിടും. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ ദുഃഖസാഗരത്തിൽ തിരുകരം നീട്ടിയെടുത്തണച്ചു. ഭയപ്പെടേണ്ടവരെ തിരുകരം നീട്ടിയെടുത്തണച്ചു. ഭയപ്പെടേണ്ടവനെ വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. തിരുഹിതമിക തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ വേലയെ തികച്ചുകൊണ്ട് വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുകരം നീട്ടിയെടുത്തണച്ചു. നുരച്ചവനെ ഓ തിരുകരം നീട്ടിയെടുത്തണച്ചു. നുരച്ചവൻ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടും. തിരുഹിതമിക തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുഹിതമിക തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ
തികച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ പാടിടുവേ, നന്ദിയോടെ ഞാൻ പാടിടുവേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുവേ, ആമേൻ. നന്ദിയോടെ ഹല്ലേലൂയ. ഞാൻ പാടിടുവേ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുവേ, ആമേൻ, ആമേൻ. നന്ദിയോടെ ഞാൻ പാടിടുവേ. ഹല്ലേലൂയ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടും. യേശുവെന്ന നാമം, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. പാടിപ്പുകഴ്ത്തിടാം, പാടിപ്പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പാടിപ്പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടിപ്പുകഴ്ത്താം. ഓ ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടിപ്പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. ഘോര ഭയങ്കര കാറ്റും മലയും കൊടിയതായി വരും നേരത്തിൽ. ഘോര ഭയങ്കര കാറ്റും മലയും കൊടിയതായി വരും നേരത്തിൽ കാക്കും കരങ്ങളാൽ ചേർത്തി മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും. ആമേൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും. വാഴ്ത്തി പുകഴ്ത്തിടുവേ. ഹല്ലേലൂയ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കയെന്ന വാർത്തയാ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക
എന്ന വാർത്തയാ താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ച് ജീവപാത എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ. യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നോ വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമനശോധനയിലും താണുവീണു പോകാതെ യോർദാൻ സമമനശോധനയിലും താണുവീണു പോകാതെ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്രയം ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്രയം ഓ യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നോ വാഴ്ത്തി എൻ പ്രിയ യേശുവേ ഞാനെന്നോ വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുറച്ച കൽപ്പനയതാ ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുറച്ച കൽപ്പനയതാൽ ദേഹം പ്രിയല്ലാമോ ചേർന്ന് പ്രിയനായി സേവ ചെയ്യും ഞാൻ. ദേഹം പ്രിയല്ലാമോ ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യേശുവെന്ന നാമം യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതം യേശുവെന്ന നാമം യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുന്നു എൻ പ്രിയ യേശുവേ ഞാനെന്നും ആമേൻ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശു എൻ പ്രിയ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശു എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ എന്റെ ദൈവത്താൽ എല്ലാം സാധ്യം 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 ആഴിമേൽ നടന്നു വന്നിയിൽ ഇറങ്ങി ആകാശം തുറന്ന സർവശക്തൻ ആഴിമേൽ നടന്നു വന്നിയിൽ ഇറങ്ങി ആകാശം തുറന്ന സർവശക്തൻ ഓ എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം രോഗമോ ദുഷ്കമോ
വിടുതൽ നൽകിടും രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും ഹന്ന കരഞ്ഞതു കേട്ടു ശമൂവേൽ ബാലന് നൽകി ദാനിയേലിന്റെ ദൈവം സിംഹത്തോട്ടിലിറങ്ങി ഹന്ന കരഞ്ഞതു കേട്ടു ശമൂവേൽ ബാലന് നൽകി ദാനിയേലിന്റെ ദൈവം സിംഹത്തോട്ടിലിറങ്ങി പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല എല്ലാം എല്ലാം സാധ്യം ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം എല്ലാം സാധ്യം രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിയിടും രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിയിടും കുരുടൻ നിലവിളിച്ചപ്പോൾ യേശുനാഥൻ നിന്നു ലാസറുയർത്ത നാട്ടിൽ ജയത്തിൻ ഘോഷം കേട്ടു കുരുടൻ നിലവിളിച്ചപ്പോൾ യേശുനാഥൻ നിന്നു ലാസറുയർത്ത നാട്ടിൽ ജയത്തിൻ ഘോഷം കേട്ടു പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും ഉള്ളം നൊന്തു കരഞ്ഞ മനസ്സലിഞ്ഞിടും നാഥൻ കാൽവരിയിലെ രക്തം പാപമോചനമേകും ഉള്ളം നൊന്തു കരഞ്ഞ മനസ്സലിഞ്ഞിടും നാഥൻ കാൽവരിയിലെ രക്തം പാപമോചനമേകും പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ ഒന്നും അസാധ്യം ആമേൻ 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 ഹല്ലേലൂയ 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 എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വികാദീന വൈദാരാജൻ അലകത്താനെ ശന്തേരമലെ രഗതേ ചുരകത്തൂരമലകം അന്തകരഗതം ചുരകത്താലെ ശന്തേരേ ഓ വികാദുരവ ശന്താരമലാകതാ ചുരകത്തൂരാരാജ വിവാലാജൻ വൈദാരേകത്തൂരാബാല ശന്താരാമൻ വൈദാരാജൻ വിഗതാരെ ശന്തേരേകത്തൂരകേ വൈദേരേകത്തൂരാബാല വിവാലാജൻ വൈദാരാജൻ തൂരാബാല ശന്തേരിയാകാദൂരത്താലെ ശന്തേരേ വിവാലാജൻ വൈദഗരഗതം ചുരകം വൈദം വിഗതാലെ ശന്തേരമലെ രഗതേ ചുരകത്തൂരമലമലം വൈദഗരഗതം ചുരകത്താലെ വൈദഗരഗതം ചുരകത്തേരേ വിവാല വൈദാരാജൻ അടകത്താന ശന്താരാജൻ വൈദാരീകത്തൂരാബാല ശന്താരാബ വിഗതാല ശന്താരാമൻ വൈദാരാജൻ വിഗത്താലെ ശന്തേരേ വിഗതാല വൈദാരഗത ചുരകത്തൂര ഓ നിവാലാജൻ വൈദാരാഗൽ വിഗത്താലെ ശന്തേരേ വൈദാരാജൽ വിഗത്തൂരോ ശന്തേ
ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആമേൻ ഓരോരുത്തരുടെ മേലും അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ദിവാരാജൻ വൈരാരാജൻ അത്താരാഗം വീരമാല ശംഭൂരാഗ ശംഭരേ ദിവാരാജൻ വൈരാരാജ ധൂരമാല Oh, glory, 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 glory. Praise the Lord. എല്ലാം സാധ്യം. ഘോര ഭയങ്കരമായ ശോധനകൾ ജീവിതത്തിൽ വന്നപ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മെ നടത്തിയ കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാ. അതിൻ്റെ മധ്യത്തിൽ നമ്മെ പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപകൾ എത്ര വലുതാ. അതിൻ്റെ മധ്യത്തിൽ നാം അനുഭവിച്ച ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ വിശ്വസ്തതകൾ എത്ര വലുതാ. ഇന്ന് പകലിൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് നന്ദി കരയറ്റാം. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹം മുഴുവനുമായി കർത്താവിന് കൊടുക്കാം. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടമാക്കി തീർത്ത ദൈവത്തിൻ്റെ കൃപ ഓർത്തി പകൽക്കാലം നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തുതിക്കാം. ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവിന് നന്ദി പറയാം. യേശുവേ, അല്പസമയങ്ങൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാണപ്രിയ യേശുനാഥ, സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടമാക്കി തീർത്തതാലേ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റ് തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റ് തരുന്നിതാ. എത്ര പേർക്ക് ഇന്ന് പകലിൽ കർത്താവിനോട് പറയുവാൻ കഴിയും, അവൻ നമ്മുടെ പ്രാണപ്രിയനാണ്. ജീവൻ നൽകിയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ജീവൻ നൽകിയാണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത്. ഒരിക്കൽ നാം ദൈവത്തിന്റെ വകയായിരുന്നു. എന്നാൽ ആദാമ്യ പാപത്താൽ നാം ഏദൻ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു.
ദൈവത്വങ്കിൽ നിന്നും നാം അകന്നു പോയി. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. മനുഷ്യന്റെ നീതി പ്രവൃത്തികളെല്ലാം ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെ അത്രേ. എന്നാൽ സ്വന്തം പ്രാണനെ നൽകി കർത്താവ് നമ്മെ വീണ്ടെടുത്തു. ഒരിക്കൽ നാം കർത്താവിൻ്റെ ആയിരുന്നു, നാം നഷ്ടമായി പോയി. അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. റിഡംഷൻ, redeemed us by his grace and by the blood of Christ. കർത്താവ് നമ്മെ വീണ്ടെടുത്ത വീണ്ടെടുപ്പ് എത്ര വലുതാണ്. How great is thy redemption in our life. Once world belongs to our Lord, but we lost. We became lost, hopeless, and God sent his son and he redeemed us from the sinful nature. ആ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്നും നമ്മെ കർത്താവ് വീണ്ടെടുത്തു. ഇന്ന് പകലിൽ എത്ര പേർക്ക് ആ കർത്താവിന് നന്ദി പറയാൻ കഴിയും? എൻ്റെ മേൽ ആ വീണ്ടെടുപ്പ് വന്നതിനായിട്ട് എത്ര പേർക്ക് ആ കർത്താവിന് നന്ദി പറയാനായിട്ട് കഴിയും? എൻ്റെ മേൽ ആ വീണ്ടെടുപ്പ് വന്നതിന് എത്ര പേർക്ക് ആ കർത്താവിന് സ്തോത്രം കരയറ്റുവാൻ കഴിയും? നമുക്ക് ആ പാട്ട് വീണ്ടും ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തന. ഓ പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത. ചേർന്ന് പാടുമോ? എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, വേറെ ഊറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ ഊറ്റും തരുന്നിതാ. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം, ലോകസ്നേഹം തേടുകില്ല. ജീവിക്കും ഞാൻ നിനക്കായി എത്ര പേർക്ക് ഇന്ന് പകൽ ദൈവത്തോട് പറയുവാൻ കഴിയും? നിന്റെ ധനവും ഒരു സമർപ്പണത്തോടെ, മാനമെല്ലാം സമ്പൂർണ്ണ സമർപ്പണത്തോടെ, എന്റെ ധനവും മാനവും എല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ. എന്റെ സ്നേഹം നിനക്കായി മാത്രം. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ ഊറ്റും തരുന്നിതാ. എന്റെ സ്നേഹം
എന്റെ സ്നേഹം നിനക്കു മാത്രം. വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം. എന്നെ മുറ്റും കാരുണ്യദാ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. ഒരിക്കൽ കൂടെ ചേർന്ന് പാടുമോ? തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ എന്റെ സ്നേഹം സൗഖ്യമാക്കി. നിനക്ക് മാത്രം. എന്റെ സ്നേഹം നിനക്കു മാത്രം. വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം. എന്നെ മുറ്റും കാരുണ്യദാ. Give him all worship. Give him all praises. Hallelujah. Give him all thanksgiving. He alone is worthy to be praised. He alone is worthy to be praised. Hallelujah. Hallelujah. We worship you, Lord. We worship you, Master. We worship you, King of Kings. We worship you, Lord of Lords. We worship you, Almighty God. We worship you, my Savior. We worship you, my Redeemer. We worship you, my rock and fortress. We worship you, my refuge. We give all glory to you. The bright morning star, we worship you. Oh, holy, 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 holy. Holy of holiness, we worship you. We give all glory. We give all praises. We give all thanksgiving. We give all praises. Oh, hallelujah. 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 Hallelujah.
glorify your holy name. We adore you, we love you, Jesus. 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 We adore your name. We adore you, Jesus. Ribalaraba Shaturiantono. Ribalaraba Shaturiantono. Ragatura Yalagaturi Shaturiantone. Ribalaraba Puraba. My Jesus, my Savior, Lord, there is none like you. All of my days, I wanna praise the wonders of your mighty love. Thy comfort, thy shelter, tower of refuge and strength. Let every breath, all that I am, never cease to worship you. Then sings my soul, my Savior God, to thee. How great thou art! How great thou art! Then sings my soul, My Savior God, to thee. How great thou art! How great thou art! അല്പസമയങ്ങൾ നാം പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു.
ലോകരാജ്യങ്ങളെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് രോഗത്താൽ ബാധിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ സോഷ്യൽ മീഡിയയിൽ കൂടെയെല്ലാം നമ്മിൽ പലരും അറിഞ്ഞിരുന്ന വാർത്തയാണ്. എൻ്റെ ഒരു കസിൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ജോസ് മാത്യു എറണാകുളം സെക്ഷനിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭാ ശുശ്രൂഷകൻ കോവിഡ് രോഗത്താൽ ബാധിക്കപ്പെട്ട് MICUവിൽ അഡ്മിറ്റായിരിക്കുന്നു. ആ ദേവദാസൻ്റെ സൗഖ്യത്തിനു വേണ്ടി നമുക്കൊരുമിച്ച് ശക്തിയോട് പ്രാർത്ഥിക്കാം. കർത്താവ് ദേവദാസനെ സൗഖ്യമാക്കി കർത്താവിൻ്റെ വേലയിൽ അതിശക്തിയോടെ വരും നാളിൽ ഉപയോഗിക്കുവാൻ നമുക്കൊരുമിച്ച് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയും അതോടനുബന്ധിച്ച് ദൈവം നൽകിയ ദൈവിക ആലോചനകളും പങ്കുവെക്കുവാൻ സഹോദരി ബിൻസിയെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സുഖമായും ക്ഷേമമായും ആയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൻ്റെ കാറ്റ് കുറയ്ക്ക്, ബൈബിൾ പറന്ന് പോകുന്നു. അത് ഓഫ് ചെയ്താലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖമായും ക്ഷേമത്തോടുമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി, ദൈവത്തിൻ്റെ വലിയ കരുതലിനായി നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ സ്നേഹം നമ്മളോടുള്ളത് എത്ര വലുതാണല്ലേ. രാവിലെ തോറും അവൻ്റെ ദയയെയും രാത്രി തോറും അവൻ്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എത്ര സ്തുതിച്ചാലും അവൻ്റെ ദയയെക്കുറിച്ച് നമ്മൾ എത്ര സ്തുതിച്ചാലും എത്ര അവൻ്റെ കൃപകളെക്കുറിച്ച് പാടിയാലും നമുക്ക് മതിയാകുകയില്ല. കാരണം ഓരോ ദിവസവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കർത്താവ് നമ്മെ പരിപാലിക്കുന്നു, നമ്മെ സൂക്ഷിക്കുന്നു. അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നല്ല പ്രിയപ്പെട്ടവരെ. അനർത്ഥങ്ങൾ അനവധി നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിൽ നിന്നൊക്കെയും കർത്താവ് നമ്മെ പരിപാലിച്ച് നടത്തുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എത്ര ആശ്ചര്യമാണ്. അത് എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത വണ്ണം അവൻ നമ്മെ നടത്തുന്ന ആ വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മളൊക്കെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ജീവിതത്തിൽ കുറവുകളില്ലാത്തത് കൊണ്ടാണോ? നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് നമുക്ക് പറയുവാൻ, പുകഴ്ച പറയുവാനുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണോ നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്? അതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. കുറവുകളുള്ളപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. പാപികളും ദോഷികളുമായിരുന്നപ്പോൾ തന്നെ ഈ ലോകത്തിന് പാപികളെയും ദോഷികളെയും വേണ്ട, അല്ലേ? ഈ ലോകം അവരെ പുച്ഛിക്കും, ഈ ലോകം അവരെ നിന്ദിക്കും, ഈ ലോകത്തിന് അവരെ വേണ്ട, അവരൊരു ശല്യമാണ്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, പാപിയും ദോഷിയുമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതെൻ്റെ യേശു ക്രിസ്തുവാണ്. നന്ദിയോടെ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മയൊക്കെയും അവൻ സ്നേഹിച്ച ആ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുക. ഇന്ന് നമ്മൾ പാടിയതുപോലെ പഴി, ദുഷി, നിന്ന, ഞെരുക്കങ്ങളിൽ നിന്നൊക്കെയും എന്നെ ഒരു സുഗന്ധമായി മാറ്റണമേ എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിനോട് പറയാം. പ്രിയപ്പെട്ടവരെ, നിന്ദയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവർ, വേദനയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവർ, ഹൃദയം തകർന്ന അവസ്ഥകൾ, നമ്മൾ പലപ്പോഴും ചിന്തിച്ചതുപോലെ നമ്മുടെ നീതിയും ന്യായവും ആരും കാണാതെ മറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചാരുവാൻ ഒരു കർത്താവുണ്ട്, നമുക്ക് ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പകർന്ന തൈലം പോൽ പാരിൽ നിന്നാമം സൗരഭ്യം വീശിടുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ നാമം, ഈ ഏറ്റവും മേലായ നാമം, ശ്രേഷ്ഠമായ നാമം, അത് നമുക്കുള്ളത് കൊണ്ട് പഴികളിൽ നിന്ന്, ദുഷികളിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് ഒക്കെയും എന്നെ ഒരു സുഗന്ധമുള്ളൊരു പൂവാക്കി, എന്നെ ഒരു സൗരഭ്യമാക്കി എന്നെ മാറ്റണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർക്ക് ഒരു നന്മയാക്കി, അനേകർക്കൊരു വിടുതലാക്കി, അനേകർക്കൊരാശ്വാസമാക്കി, കർത്താവിന് പ്രിയമുള്ളവനാക്കി, കർത്താവിന് പ്രിയമുള്ളവളായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു. 103-ാം സങ്കീർത്തനം
കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെയേറെ ഹൃദയത്തോട് സ്പർശിച്ചൊരു വാക്യമാണ് 103-ാം സങ്കീർത്തനം അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. യഹോവയുടെ ദയോ എന്നുമെന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ഹല്ലേലൂയ. എത്ര വലിയൊരു പ്രോമിസ് അല്ലേ, എത്ര വലിയൊരു വാഗ്ദത്തമാണ് നമുക്കുള്ളത്. യഹോവയുടെ ദയോ തൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി അവൻ്റെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ഹല്ലേലൂയ. അത് നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ഹല്ലേലൂയ. എന്നും എന്നേക്കുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നോ നാളെയോ എന്നല്ല. ലോകത്തിൽ നമ്മളെ സഹായിക്കുന്നവർ, ലോകത്തിൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോകത്തിൽ നമുക്ക് പലതും തരാമെന്ന് പറഞ്ഞവർ, അവരുടെ കരുണയൊക്കെ കുറച്ച് നേരത്തേനേ ഉണ്ടാവുകയുള്ളൂ. അതിന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളോട് പറയുന്നു, യഹോവയുടെ ദയോ എന്നും എന്നേക്കും, ഈ ലോകമുള്ളിടത്തോളം കാലം അവൻ്റെ ദയ എന്നും എന്നേക്കും എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഉണ്ടാകും. എന്നാൽ അതിൻ്റെ താഴെ വേറൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ നമ്മൾ വായിക്കേണ്ടത് ആവശ്യമാണ്. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. ആമേൻ. ഹല്ലേലൂയ. യഹോവയുടെ ദയ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ്റെ തലമുറകൾക്കുണ്ടാകും. എന്നാൽ അതിനുശേഷം ഒരു വാക്യം പറയുന്നു, അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. ക്രിസ്തീയ ജീവിതം വെറുതെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോകുവാനല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, എൻ്റെ അപ്പച്ചൻ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പയും അമ്മയും ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ സേവിക്കുന്നവരാണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നാലും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കെല്ലാം നല്ലതേ വരുമെന്ന് ചിന്തിക്കരുത്. ദൈവം വാഗ്ദത്തം തന്നാൽ അത് പാലിക്കുവാൻ ദൈവം ശക്തനാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ ദയ എന്നും എന്നേക്കും നമ്മളെ പിന്തുടരും. എന്നാൽ അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്ക്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്, അവൻ്റെ നിയമത്തെ ആചരിക്കുന്നവർക്ക് അവൻ്റെ നന്മ ഒരിക്കലും വിട്ടുമാറുകയില്ല. ഇന്ന് പകൽക്കാലം നിങ്ങളത് വിശ്വസിക്കണം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഹൃദയവേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ, മക്കളെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, ഞങ്ങൾക്കുണ്ട് 3 മക്കൾ, നിങ്ങൾക്കെല്ലാം അറിയാം, അവർ നിങ്ങളെല്ലാം ലൈവിൽ കൂടെ കാണുന്നതാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത്, അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത്, അല്ലെങ്കിൽ അവരുടെ ആത്മീയ ജീവിതം ഓർത്ത് ഭാരപ്പെടുന്ന ഏതെങ്കിലും മാതാപിതാക്കന്മാർ ഇന്ന് പകൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഒന്ന് മാത്രമേ നിങ്ങളോട് പറയുവാനുള്ളൂ. പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിനെ നീ സേവിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിൻ്റെ നീതിയും ദയയും എന്നും എന്നേക്കും നിൻ്റെ കുഞ്ഞുങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും പിന്തുടരുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. കരുണയുള്ള ദൈവമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയുടെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ നമ്മുടെ ലംഘനങ്ങളെ അവൻ നമ്മോട് അകറ്റിയിരിക്കുന്നു. ഓ, ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ കഴിവ് കൊണ്ടോ നമ്മളുടെ മിടുക്കുകൊണ്ടോ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടോ നമ്മൾ അങ്ങനെ ആയതുകൊണ്ടോ ഇങ്ങനെ ആയതുകൊണ്ടോ ഒന്നുമല്ല, യഹോവയുടെ ദയ എന്നുമെന്നേക്കും നമ്മളെ പിന്തുടരുന്നത്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെയാണ് യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നത്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടല്ലോ. നമ്മൾ ഓരോ ദിവസവും കണ്ടും കേട്ടും നമ്മുടെ ഹൃദയം തളർന്നുകൊണ്ടിരിക്കുകയാണ്, മടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നാൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും ഈ രോഗം ബാധിക്കുന്നു. തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ചു മുമ്പ് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ, എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ കണ്ടു കാണും, ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജോസ് മാത്യു വളരെ സീരിയസ് ആയ നിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ഈ രോഗത്താൽ ബാധിക്കപ്പെട്ട് നമുക്ക് പ്രിയ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ അനേകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വലിയ മഹാമാരിയിൽ നിന്ന് ദൈവം നമ്മുടെ രാജ്യങ്ങളെ വിടുവിക്കട്ടെ. ഈ മഹാമാരിയിൽ നിന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിടുവിക്കട്ടെ. നമ്മൾ പാർക്കുന്ന ദേശങ്ങൾ വിടുവിക്കപ്പെടട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്താൽ ഭാരപ്പെടുന്നവർ, പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവപ്പച്ചായി നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ, ഒരു ഞായറാഴ്ച കൂടെ ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ വലിയ ഭാഗ്യത്തിനായി, ആയുസ്സിനായി, ആരോഗ്യത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവെ, നിന്റെ ദയ എത്രയോ വലിയത്, നിന്റെ സ്നേഹം ഞങ്ങളോടുള്ളത് എത്രയോ വലിയത്, നിന്റെ കൃപ ഞങ്ങളുടെ മേലുള്ളത് എത്രയോ വലിയത് കർത്താവെ. നന്ദിയോടെ ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്തുതിക്കുന്നു. പൊന്നുനാഥൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകരാജ്യങ്ങളോട് മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ COVID-19 എന്ന മഹാമാരിയിൽ നിന്ന്, ഈ മഹാബാധയിൽ നിന്ന് ഞങ്ങളുടെ ലോകരാജ്യങ്ങളെ വിടുവിക്കണമേ കർത്താവെ. ഞങ്ങളുടെ രാജ്യങ്ങളെ വിടുവിക്കണമേ, ഞങ്ങൾ പാർക്കുന്ന ദേശങ്ങളെ വിടുവിക്കണമേ കർത്താവെ. മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുഖം തിരിച്ചിരിക്കരുതേ കർത്താവെ, സ്വസ്ഥമായിരിക്കരുതേ, മൗനമായിരിക്കരുതേ. ഞങ്ങളുടെ രാജ്യങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. COVID-19 കർത്താവെ ബാധിക്കപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ. ഞങ്ങൾക്ക് പലരെയും അറിയുകയില്ല. വളരെ കുറഞ്ഞ ലിസ്റ്റ് മാത്രമേ ഞങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളൂ കർത്താവെ. എന്നാൽ അവിടെ നിന്ന് അറിയുന്നു എവിടെയൊക്കെ രോഗികളുണ്ടെന്ന് കർത്താവ് അറിയുന്നു. അവിടെ നിന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ നിന്ന് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തോട് കരുണ തോന്നണമേ. ഹോസ്പിറ്റലുകളിൽ, വെന്റിലേറ്ററുകളിൽ, ICUവിലൊക്കെ കർത്താവെ ആയിരിക്കുന്ന ഭവനങ്ങളിലൊക്കെ ഈ രോഗത്താലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൗഖ്യമായിക്കണമേ. അണിപ്പാടുള്ള കരം വെച്ച് നിന്റെ ജനത്തെ വിടുവിക്കണമേ കർത്താവെ. നിന്റെ ജനത്തോട് കരുണ തോന്നണമേ കർത്താവെ. മനസ്സലിയണമേ കർത്താവെ. വെന്റിലേറ്ററുകളും ICUവിലും ഒന്നും കർത്താവെ ഞങ്ങൾക്ക് ആർക്കും കയറി ചെല്ലുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്നാൽ എവിടെയും ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം നിന്റെ ജനത്തെ വ്യക്തമായി കർത്താവ് സന്ദർശിച്ച് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജോസ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗക്കിടക്കയിൽ എൻ്റെ കർത്താവിൻ്റെ കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസൻ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസൻ്റെ മേൽ ബാധിച്ചിരിക്കുന്ന ആ COVID-19 യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവിന് വേണ്ടി അധികം അഭിഷേകത്തോടെ, പുതിയ ബലത്തോടെ, പുതിയ കൃപയോടെ കർത്താവിൻ്റെ ദാസൻ എഴുന്നേറ്റ് വരട്ടെ കർത്താവെ. അവിടെ നിന്ന് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഹോസ്പിറ്റൽ റൂമിൽ, MICUവിൽ എൻ്റെ കർത്താവിൻ്റെ കരം വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. ദൈവ ശബ്ദം കേൾക്കട്ടെ കർത്താവെ. ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയട്ടെ കർത്താവെ. കരുണ തോന്നുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്രകാരം എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കോവിഡ് പേഷ്യൻസിനെ ശുശ്രൂഷിക്കുന്ന അനേക ഡോക്ടേഴ്സ്, നഴ്സസ്, കർത്താവെ, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ്സ് എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ആംബുലൻസ് ഡ്രൈവേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മേഖലകളിലുമുള്ളവരെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ അവരെ സഹായിക്കണമേ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുമാറാകണമേ കർത്താവെ. നിന്റെ ചിറകിൻ കീഴിൽ അവരെയൊക്കെയും മറയ്ക്കണമേ. അനേക നഴ്സസുമാർ കർത്താവെ അവരുടെ കുടുംബങ്ങളെ ഇട്ടിട്ട്, അവരുടെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടൊക്കെ ഈ ജോലി ചെയ്യുവാനായി കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവരെയൊക്കെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ലോകരാജ്യങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യങ്ങളോടൊക്കെ കരുണ തോന്നണം. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളുടെ രാജ്യങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ലൈവിൽ കൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധമായ മനോഭാരത്തോടെ ആയിരിക്കുന്നവർ കർത്താവെ, ഏത് വിഷയത്തിൽ അവർ ഭാരപ്പെടുന്നുവോ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജനം വിടുതൽ പ്രാപിക്കട്ടെ. ഞങ്ങളിന്ന് പാടിയതുപോലെ എല്ലാം സാധ്യം. എൻ്റെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. രോഗമോ ദുഃഖമോ ഭാരമോ എന്ത് തന്നെയാണെങ്കിലും എൻ്റെ കർത്താവ് വിടുവിക്കും. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമരുളുന്ന നല്ലൊരു ദൈവമാണ് ഞങ്ങളുടേത്. നിന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കണമേ. നിന്റെ ജനം ഏത് വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നുവോ കർത്താവെ, സാമ്പത്തിക വിഷയങ്ങളിൽ തകർന്നിരിക്കുന്നുവോ, ജോലിയോടുള്ള ബന്ധത്തിൽ തകർന്നിരിക്കുന്നുവോ
കർത്താവെ കാര്യങ്ങൾ മാനേജ് ചെയ്യുവാൻ കഴിയാതെ, കർത്താവെ സാലറി ലഭിക്കാതെ ഒക്കെ ഭാരത്തോടെ ആയിരിക്കുന്ന നിൻ്റെ ജനത്തോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാത്തവർ, കുഞ്ഞുങ്ങളുണ്ടാകാതെ ഭാരപ്പെടുന്നവർ, അങ്ങനെ പല വിധത്തിലുള്ള ജനങ്ങൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവെ മനോഭാരത്തോടെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ ഒരു വാക്കുപോലും ഒന്ന് മിണ്ടുവാൻ കഴിയുന്നതിന് മുമ്പേ കർത്താവെ രോഗം ബാധിച്ച് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടവർ, അവരുടെ ഹൃദയത്തിൻ്റെ വേദന നീ അറിയുന്നു കർത്താവെ. വിങ്ങുന്ന ഹൃദയം നീ അറിയുന്നു കർത്താവെ. നീ അവരെ ആശ്വസിപ്പിക്കണമേ. വചനത്തിൽ പറയുന്നത് പോലെ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവെ. ഹല്ലേലൂയ. ഈ ലോകത്തിന് ആശ്വാസം കൊടുക്കുവാൻ കഴിയുകയില്ല. കർത്താവ് തരുന്ന നിത്യമായ ആശ്വാസവും സമാധാനവും ആ ജനങ്ങൾ അനുഭവിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ പ്രായമായ മാതാപിതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് പറഞ്ഞവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ പ്രായമായവർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെയൊക്കെ പരിപാലിക്കണമേ കർത്താവെ. ഒരു ബാധയും അടുക്കാതെ വണ്ണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പരിപാലിക്കണം. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ യൗവനക്കാർ കർത്താവെ, ഞങ്ങളുടെ ടീനേജുകാർ, അവരെ എല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരെ പ്രത്യേകാൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ, വല്ലാത്ത ദുഷ്ടത നിറഞ്ഞതുമായ ഈ ലോകത്ത് ക്രിസ്തുവിന് വേണ്ടി കർത്താവെ പരമാർത്ഥ ഹൃദയമുള്ള കുഞ്ഞുങ്ങളായി, അനിന്യരും പരമാർത്ഥത നിറഞ്ഞതുമായി ജീവിപ്പാൻ ഞങ്ങളുടെ യൗവനക്കാരെ കർത്താവ് സഹായിക്കണമേ. ലോകം ഓടുമ്പോൾ അതിൻ്റെ നടുവേ ഓടുവാനല്ല കർത്താവെ, ക്രിസ്തുവിന് വേണ്ടി വേർപെട്ട മക്കളായി തീരുവാൻ. വചനത്തിൽ പറയുന്നത് പോലെ കർത്താവെ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, അവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. പലപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിന്ദകൾ അനുഭവിക്കുന്നുണ്ടാകും. പലപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലവിധമായ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുണ്ടാകും. എന്നാലും കർത്താവെ നീ അവരെ സഹായിക്കണമേ. ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരുന്നാലും ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവാരാധനകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പീഡയിൽ കൂടെ കടന്നു പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർ പീഡകളിൽ കൂടെ കടന്നു പോകുന്നു. എന്നാൽ അവരെ രക്ഷിക്കുവാൻ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അവിടുന്ന് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങളെ പീഡിപ്പിക്കുന്ന രാജ്യങ്ങളിൽ കർത്താവിൻ്റെ ദൈവസ്നേഹത്താൽ കല്ലുപോലുള്ള ഹൃദയങ്ങൾ ഉരുക്കപ്പെടട്ടെ കർത്താവെ. കല്ലുപോലുള്ള ഹൃദയങ്ങളെ എൻ്റെ കർത്താവ് മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓ നന്ദി കർത്താവെ, നന്ദി ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി. പ്രാർത്ഥന കേട്ടിരിക്കിയാൽ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് കൃപ നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. ഈ ദിവസങ്ങളിൽ നാം വളരെയധികം പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗം കേൾക്കും. കർത്താവ് നമ്മുടെ സ്ഥിതികൾക്കെല്ലാം വ്യത്യാസം വരുത്തും. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതികൾക്ക് നിശ്ചയമായും വരും ദിവസങ്ങളിൽ വ്യത്യാസം വരുത്തുമെന്ന് ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് മടുത്തു പോകാതെ പിന്നെയും പ്രാർത്ഥനയിൽ നമുക്ക് പോരാടാം. അല്പസമയത്തെ വചനചിന്തയ്ക്ക് വേണ്ടി ഞാനൊരു വേദഭാഗത്തെ എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 2 Chronicles chapter 26. 2 Chronicles chapter 26. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം വേഴ്സ് 1 ഓൺവേർഡ്സ്. 2 സംഭവങ്ങൾ 2 അധ്യായത്തിൽ നിന്നും ഞാൻ കാണിക്കുവാൻ താല്പര്യപ്പെടുന്നു. സോ ടുഡേ അവർ ടോപ്പിക് വിൽ ബി
ഫ്രം 2 Chronicles 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ നിന്നായിരിക്കും. 26-ാം അധ്യായത്തിൽ നമുക്കൊരു വ്യക്തിയുടെ ജീവചരിത്രം കാണുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ പേര് 1-ാമത്തെ വാക്യത്തിൽ തന്നെയുണ്ട്, ഉസിയാവ് അല്ലേ. അവൻ്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവായി. എത്ര വയസ്സുള്ളപ്പോൾ? ഇൻ ദ ഏജ് ഓഫ് 16, 16 വയസ്സുള്ളപ്പോൾ ഉസിയാവ് രാജാവായി. 2 സംഭവങ്ങൾ, 2 തുടക്കം, 2 അവസാനമാണ് ഇന്ന് ഞാൻ കാണിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 2 പേരും ജീവിതം തുടങ്ങി, 2 പേരും ജീവിതം അവസാനിപ്പിച്ചു. നമ്മളെല്ലാം ജീവിതം തുടങ്ങുന്നവരും ജീവിതം അവസാനിപ്പിക്കുന്നവരുമാണ്. എന്നാൽ 2 വ്യക്തികളുടെ ആരംഭത്തിലും 2 വ്യക്തികളുടെ അവസാനത്തിലും ഒരു പ്രത്യേകതയുണ്ട്. ഉസിയാവിൻ്റെ ജീവിതം, ഉസിയാവിൻ്റെ രാജഭരണം, അപ്പനായ അമസ്യാവ് ഈ ലോകം വിട്ടപ്പോൾ, താൻ മരണമടഞ്ഞപ്പോൾ തൻ്റെ മകൻ തനിക്ക് പകരം രാജാവായി. എത്ര വയസ്സുള്ളപ്പോൾ? 16 വയസ്സുള്ളപ്പോൾ. നമുക്ക് കാണുവാൻ കഴിയും 16 വയസ്സുള്ള ഒരു ബാലൻ എങ്ങനെയാണ് രാജഭരണം നടത്തുന്നത്. എന്നാൽ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു, 4:5 വേഴ്സ് 4 and 5, അപ്പൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്യുന്ന ഒരു രാജാവായിരുന്നു അല്ലേ. തൻ്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. 16 വയസ്സേ ഉള്ളൂ, പക്ഷേ അപ്പനെ അനുസരിക്കുന്ന, അപ്പനെ കീഴ്പ്പെടുന്ന ഒരു മകനായി യഹോവയ്ക്ക് പ്രിയമായ കാര്യങ്ങൾ ഉസിയാവ് ചെയ്തുവെന്നാണ് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. എന്നാൽ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു, മുൻപോട്ട് പോകുമ്പോൾ അടുത്ത വാക്യത്തിൽ, 5-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവനെ ഉപദേശിക്കുവാൻ സെഖര്യാവ് എന്നൊരു പുരോഹിതൻ തനിക്കുണ്ടായിരുന്നു. വേഴ്സ് 5, അവനെ ഉപദേശിച്ചു. അവിടെ വായിക്കുന്നു, യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. പ്രിയരെ, നാം ഓർത്തിരിക്കേണ്ട, നാം പാഠമാക്കേണ്ട, നാം ഗൗരവമായി എടുക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണത്, ഒരു വാചകമാണത്. യഹോവയെ അന്വേഷിച്ച കാലത്തോളം. പ്രിയരെ, യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം നമുക്ക് അഭിവൃദ്ധി നൽകും. നിശ്ചയമായും ദൈവം നമുക്ക് അഭിവൃദ്ധി നൽകും. എത്രത്തോളം കാലം? ദൈവത്തോട് ചേർന്ന് നടക്കുന്ന കാലം, ദൈവത്തെ അന്വേഷിക്കുന്ന കാലത്തോളം. ഉസിയാവിൻ്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു. എങ്ങനെയാണ് ഉസിയാവ് അനുഗ്രഹം പ്രാപിച്ചത്? ഉസിയാവ് എങ്ങനെയാണ് അഭിവൃദ്ധി പ്രാപിച്ചത്? ഉത്തരം അവിടെയുണ്ട്. സെഖര്യാവ് അവനെ ദൈവഭയത്തിൽ അവനെ പഠിപ്പിച്ചു, അവനെ ഉപദേശിച്ചു വന്നു. യഹോവയെ അന്വേഷിക്കുന്നത് എങ്ങനെയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് സെഖര്യാവ് ഉപദേശിച്ചു, അവനെ പഠിപ്പിച്ചു. അവന് ആ ഉപദേശത്തിന് കീഴ്പ്പെട്ട് ദൈവഭയമുള്ളവനായി, ദൈവത്തെ അന്വേഷിക്കുന്നവനായി തീർന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് തോന്നിയതുപോലെയല്ല. നമ്മെ ഉപദേശിക്കുന്ന ഉപദേശകന്മാരുണ്ടാകട്ടെ, മെൻറ്റേഴ്സ് ഉണ്ടാകട്ടെ. ആമേൻ. ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ട് അവരെ അനുസരിച്ച് അവർ പറയുന്ന ദൈവിക ഉപദേശങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുന്നവൻ നിശ്ചയമായും അവൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധികൾ കാണുവാനായിട്ട് കഴിയും. പിന്നെയും നാം തുടർന്ന് വായിച്ചു വരുമ്പോൾ, ഞാൻ മുഴുവൻ വാക്യങ്ങളും വായിക്കുന്നില്ല, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൻ്റെ ശ്രുതി ബഹുദൂരം പരന്നു. 1-ാം അധ്യായം തൊട്ട് 15-ാമത്തെ വാക്യം വരെ മനോഹരമായ ഒരു ചരിത്രം, നമുക്ക് കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന, കേൾക്കുവാൻ സന്തോഷമുള്ള ഒരു ചരിത്ര അല്ലെങ്കിൽ അവൻ്റെ ജീവിത പശ്ചാത്തലമാണ് നാം കണ്ടത്. എന്നാൽ 16-ാമത്തെ വാക്യം മുതൽ ചിത്രം മാറുകയാണ്. 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വേഴ്സ് 16, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ ബലവാനായപ്പോൾ,
പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഴപ്പമാണ്, പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പോരായ്മയാണ്. പലരും തെറ്റിപ്പോകുന്ന ഒരു മേഖലയാണ്. ബലവാനാകുമ്പോൾ അവരുടെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിക്കുന്ന ഒരു കാഴ്ച നാം കാണാറുണ്ട്. ബലവാനായപ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുവാനായിട്ട് പാടില്ല. ബലവാനാകുമ്പോൾ നമ്മുടെ ഹൃദയം നിഗളിക്കുവാനായിട്ട് പാടില്ല. താഴോട്ട് വായിക്കുമ്പോൾ, ഞാൻ വേഗത്തിൽ പോകുന്നു, സംഭവിക്കുന്നത് എന്താണ്? അവൻ എന്ത് ചെയ്തു? ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു. അടുത്ത വാക്യങ്ങളിൽ കാണുന്നു, പുരോഹിതന്മാർ പറഞ്ഞു അരുത്, തടുത്തു. ആ ആ ആ കണ്ടോ? അവനോട് പറയുന്നു, വേഴ്സ് 18, മൈക്കിൽ വായിക്കണം, എങ്കിൽ മാത്രമേ അത് കേൾക്കത്തുള്ളൂ. ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. കണ്ടോ? നിനക്ക് പറ്റിയ ഒരു കാര്യമല്ല. അതാര് ചെയ്യണം? ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പോയിക്കൊള്ളുക, ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. കണ്ടോ? അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കില്ല എന്ന് പറഞ്ഞു. കണ്ടോ? മാനമായിരിക്കയില്ല. ഉസിയാവ് എന്ത് ചെയ്തു? വേഴ്സ് 19, ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. ഒരു നല്ല ആരംഭം, ശ്രേഷ്ഠമായ ആരംഭം, ദൈവത്തോടു കൂടെ ആരംഭിച്ച ജീവിതം, ദൈവത്തെ ഭയന്ന് തുടങ്ങിയ ജീവിതം, യഹോവയെ അന്വേഷിച്ച് തുടങ്ങിയ ജീവിതം അവസാനിച്ചതോ ഒരു ശാപഗ്രസ്തമായ നിലയിൽ, മോശമായ ഒരു അവസാനം. വേഴ്സ് 20, ഇവിടെ എന്താ കാണുന്നേ? മഹാപുരോഹിതനായ അസര്യാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. യഹോവ തന്നെ ബാധിച്ചതുകൊണ്ട് അവൻ തന്നെയും പുറത്തു പോകുവാൻ ബദ്ധപ്പെട്ടു. അങ്ങനെ ഉസിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു. കണ്ടോ? അവന്റെ അവസാനം മോശമായി പോയി, അവസാനം പരിതാപകരമായി പോയി. എന്താ കാര്യം? 16-ാമത്തെ വാക്യം, ബലവാനായപ്പോൾ നാശത്തിനായിട്ട് നിഗളിച്ചു. നിഗളം ആർക്കും നല്ലതല്ല. നിഗളം ആർക്കും നല്ലതല്ല. നമ്മുടെയൊക്കെ സ്ഥിതി മാറും പ്രിയരെ, കുഞ്ഞുങ്ങളെ, നമ്മുടെയൊക്കെ സ്ഥിതി മാറും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. യഹോവയെ അന്വേഷിക്കുന്നവരെ അവൻ അനുഗ്രഹിക്കും, അഭിവൃദ്ധി നൽകും. പക്ഷേ നിങ്ങൾ കുറിച്ചു വെക്കേണ്ട ഒരു കാര്യം, എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതാണെങ്കിൽ നിങ്ങൾ നിഗളിക്കരുത്. ഇന്നൊരു പക്ഷേ പാലും തേനും ഒഴുകുന്ന രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പിതാക്കന്മാരോടൊന്ന് ചോദിക്കണം, നമ്മൾ വന്ന പാത ഏതാണ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തായിരുന്നു ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇന്ന് ആഡംബര കാറുകളും ആഡംബര വാഹനങ്ങളും ആഡംബര വീടുകളും സുഖ സൗകര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ നിഗളം ഒരിക്കലും നമ്മിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ഈ സിറ്റുവേഷനൊക്കെ മാറും. ദൈവത്തെ സേവിക്കുന്നവരുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. 5-ാം തലമുറ വരെ ആ അനുഗ്രഹമുണ്ടാകും. ദൈവത്തിന് അനുഗ്രഹിച്ച് മതിയാകും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തവും ദൈവത്തിൻ്റെ നീതിയുമാണ്. പക്ഷേ ആ അനുഗ്രഹം നിന്റെ നിഗളത്താൽ നശിപ്പിക്കരുത്. ആ അഭിവൃദ്ധി നിന്റെ നിഗളത്താൽ നശിപ്പിക്കരുത്. ഉസിയാവിൻ്റെ ജീവിതം കണ്ടോ? അവൻ കുഷ്ഠരോഗിയായി ജീവപര്യന്തം. ദൈവത്തോട് മാത്രം നീ കളിക്കരുത്. ദൈവത്തോട് മാത്രം നീ കളിക്കരുത്. നിനക്ക് കളിക്കാനുള്ള സ്ഥലമല്ല ദൈവസന്നിധി.
അവൻ്റെ വചനത്തോട് നീ കളിക്കരുത്. ആമേൻ. അവൻ്റെ ഉപദേശത്തോട് നീ കളിക്കരുത്. സ്തോത്രം, സ്തോത്രം. അവൻ്റെ ഉപദേശത്തിൽ മായം ചേർക്കുവാൻ നമുക്ക് ന്യായങ്ങളൊന്നുമില്ല. കർത്താവിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നോ അതനുസരിച്ചാൽ മതി. കർത്താവിൻ്റെ വചനം എന്ത് ഉപദേശമാണ് പഠിപ്പിക്കുന്നത് അതനുസരിച്ചാൽ മതി. അവരാ ഉപദേശം, ഇവരീ ഉപദേശം. അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് പ്രിയരെ. അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. അന്ത്യകാലത്ത് ഒരുപാട് ഉപദേശങ്ങൾ എഴുന്നേൽക്കണം. എങ്കിലല്ലേ വഴിതെറ്റിച്ച ജനങ്ങളെ അകറ്റാൻ പറ്റത്തുള്ളൂ. അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. ദുരുപദേശങ്ങൾ കയറി വരുന്നു, അല്ലേ? വേദപുസ്തകത്തിന് വിപരീതമായ ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്നു. വേദപുസ്തകത്തിന് വിപരീതമായ ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടിട്ട് ദൈവം പറഞ്ഞു, ദൈവം കാണിച്ചു, ദൈവം ആലോചന പറഞ്ഞു എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കാണുന്നു. ഞാൻ വീണ്ടും മുന്നറിയിപ്പായി പറയുന്നു, ദൈവത്തോട് മാത്രം കളിക്കരുത്. ദൈവാലോചനയോട് മാത്രം കളിക്കരുത്. ദൈവിക ഉപദേശങ്ങളോട് മാത്രം കളിക്കരുത്. നമുക്ക് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാം. ദൈവവചനത്തിലുള്ളത് വിശ്വസിക്കാം. ഞാൻ ദൈവവചനത്തിലുള്ളത് വിശ്വസിക്കാനേ പറഞ്ഞുള്ളൂ. മറ്റൊന്നും നമുക്ക് വിഷയമല്ല കേട്ടോ. സഭാചട്ടങ്ങളല്ല എൻ്റെ വിഷയം. സഭാപ്രമാണങ്ങളല്ല എൻ്റെ വിഷയം. സഭാചട്ടങ്ങളും പ്രമാണങ്ങളും വചനത്തിന് ചിലപ്പോൾ വിരുദ്ധമായി നിരിക്കാം. ആളുകൾ വചനത്തെ വളച്ചൊടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആൾക്കാർ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയരെ, ദൈവത്തിൻ്റെ വചനം അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരുപോലെയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന ശേഷിപ്പിനെ കർത്താവ് ശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷുകാരിലും ശേഷിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റ് ഭാഷാ സംവിധാനങ്ങളിലുള്ളവരിലും ശേഷിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ദൈവവചന പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരെ കർത്താവ് ശേഷിപ്പിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് മാത്രം ഒരു ഉപദേശം, ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ളവർക്ക് മറ്റൊരു ഉപദേശം എന്നൊരു ഉപദേശം വേദപുസ്തകത്തിലില്ല. വേദപുസ്തകത്തിലുള്ള ഉപദേശം അതെല്ലാവർക്കും കോമൺ ആണ്. ഒരുപക്ഷെ മറ്റ് ചില വിഭാഗങ്ങളിൽ മറ്റ് ചില ഭാഷകളിൽ ഉള്ളവർക്ക് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയതുപോലെ അപ്രകാരം വെളിപ്പെട്ട് കിട്ടിയെന്ന് വരത്തില്ല. വെളിപ്പെട്ട് കിട്ടിയ നാം ദൈവത്തോട് കളിക്കുവാൻ പാടില്ല. ആ വചനത്തിനും ഉപദേശത്തിനും നാം കീഴ്പ്പെടണം, അനുസരിക്കണം. നാടോടുമ്പോൾ നടുവേ ഓടുവാൻ വിളിക്കപ്പെട്ടവരല്ല നാം. നാടോടുമ്പോൾ നടുവേ ഓടുവാനല്ല പ്രിയരെ കർത്താവ് നമ്മെ വിളിച്ചത്. ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ദൈവ ഇഷ്ടം ചെയ്യണം. ലോകത്തിൻ്റെ മോഹത്തിന് ഒപ്പം ഓടുവാനല്ല നാം മനക്കോട്ടകൾ കെട്ടി യാത്ര ചെയ്യേണ്ടത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. കർത്താവ് നമുക്ക് അഭിവൃദ്ധി നൽകും. എനിക്ക് പിന്നെയും ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാൻ എൻ്റെ മുമ്പിൽ സമയം അനുവദിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുവാനാണ് എന്നോട് പറയുന്നത്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് എന്നെ അനുവദിച്ചാൽ അടുത്ത ഭാഗത്ത് വരാം. ഒരു നല്ല ആരംഭം, ഒരു നല്ല മോശമായ ഒരു അവസാനം, ഒരു മോശമായ ആരംഭം, ഒരു നല്ല അവസാനത്തെക്കുറിച്ച് ഞാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച സംസാരിക്കാം. ഇന്ന് ഞാൻ ഈ ഭാഗത്ത് നിൽക്കട്ടെ. പിന്നെയും പരിശുദ്ധാത്മാവ് എന്നെ ആ വാക്യത്തിൽ നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ഒരു മുന്നറിയിപ്പ് തരികയാണ്. നിന്റെ സ്ഥിതികൾ മാറും പ്രിയരെ, നിന്റെ അവസ്ഥകൾ മാറും പ്രിയരെ. യഹോവയെ അന്വേഷിക്കുന്നത് കൊണ്ട് നിനക്കവൻ അഭിവൃദ്ധി നൽകും. നിന്റെ മിടുക്ക് കൊണ്ടല്ല കേട്ടോ, നിന്റെ കഴിവ് കൊണ്ടല്ല. നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നത് എന്താ വായിച്ചത്? യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി എന്നല്ലേ വായിച്ചത്? അഭിവൃദ്ധി നൽകിയത് ആരാണ്? അവൻ്റെ പ്രജകളാണോ? അവൻ്റെ യുദ്ധസന്നാഹങ്ങളാണോ? അല്ല, ദൈവമാണ് അഭിവൃദ്ധി നൽകുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേ. വേഴ്സ് എത്രാമത്തെ വാക്യം? 5-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യം, വേഴ്സ് 5.
5-ാമത്തെ വാക്യം. യെസ്. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖറിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അടുത്തത്, അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം അവൾ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അഭിവൃദ്ധി നൽകുന്നത് ആരാണ്? എൻ്റെ കൂടെയുള്ളവർ ചേർന്ന് പറഞ്ഞാട്ടെ. അഭിവൃദ്ധി നൽകുന്നത് ആരാണ്? നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ? അഭിവൃദ്ധി നൽകുന്നത് ആരാണ്? ദൈവമാണ് അഭിവൃദ്ധി നൽകുന്നത്. എല്ലാ നല്ല ദാനങ്ങൾക്കും ഉറവിടമായ നമ്മുടെ കർത്താവ്. എന്നാൽ നാശം കൊണ്ടുവന്നത് ആരാ? നിഗളം. അവൻ്റെ നാശത്തിന് കാരണമായി. ദൈവത്തെ കുറ്റം പറയണ്ട. ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു. കുഷ്ഠരോഗിയായി പാളയത്തിന് പുറത്ത് ജീവപര്യന്തമായി തീർന്നു. ആരുടെ കുഴപ്പമോ? പുരോഹിതന്മാർ തടയാഞ്ഞിട്ടല്ലല്ലോ. അവർ തടഞ്ഞില്ലേ? അവർ പറഞ്ഞു നീ ചെയ്യുന്ന ലംഘനമാണ്, പുറത്തു പോകാൻ പറഞ്ഞു, ശാസിച്ചു. രാജാവിനെ ശാസിക്കേണ്ടി വന്നു. ദൈവദാസന്മാർക്ക് ചിലപ്പോൾ നിന്നെ ശാസിക്കേണ്ടി വരും കേട്ടോ. നിന്റെ പണത്തിൻ്റെ മിടുക്ക് കൊണ്ട്, തിമിര് കൊണ്ട് നീ ചിന്തിക്കും ഞാനാണ് വലിയ പുള്ളിയെന്ന്. അല്ല, ദൈവദാസന്മാർക്ക് നിന്നെ ശാസിക്കേണ്ടി വന്നാൽ അവർക്ക് ശാസിച്ചേ മതിയാകൂ. ദൈവം അവരുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരമാ പ്രിയരെ. നിന്റെ പണത്തെ കണ്ട് ഓച്ചാനിച്ച് നിൽക്കുവാനല്ല ദൈവദാസന്മാരെ അഭിഷേകത്താൽ ദൈവം വേർതിരിച്ചിരിക്കുന്നത്. അവര് ശാസിച്ചു, ലംഘനമാ നീ ചെയ്യുന്നത്, പുറത്തു പോകാൻ പറഞ്ഞു. അവൻ കേട്ടില്ല. അവൻ ധൂപമെടുത്തു. അവൻ പുരോഹിതന്മാർ, വിശുദ്ധീകരിക്കപ്പെട്ടവർ ചെയ്യേണ്ട പ്രവൃത്തി അവൻ ചെയ്തപ്പോൾ ക്ഷണത്തിൽ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. ജീവപര്യന്തം കുഷ്ഠരോഗിയായി. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ 23-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഉസിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞ് അവർ രാജാക്കന്മാരുള്ള ശ്മശാന ഭൂമിയിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. കുഷ്ഠരോഗിയല്ലോ എന്ന പേര് അവൻ്റെ മേൽ വീണു. എത്ര അനുഗ്രഹിക്കപ്പെട്ട അടക്കം കിട്ടേണ്ടവനായിരുന്നു. എവിടെയാ തെറ്റിപ്പോയത്? നിഗളം. പ്രിയരെ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ നിഗളം വലിയ അപകടകാരിയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് അഭിവൃദ്ധി തരും. പക്ഷെ നീ നിഗളിക്കുവാൻ പാടില്ല. ജീവിതത്തിൽ ഏത് മേഖലയിലും നിഗളിക്കുവാൻ പാടില്ല. ആരാധനാലയത്തിൽ വന്ന് ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യം ചെയ്യുന്ന കാര്യം മാത്രമല്ല ഞാനീ പറഞ്ഞത്. ദൈവം നിന്നെ അഭിവൃദ്ധി അനുഗ്രഹിക്കുമ്പോൾ നിഗളം പാടില്ല. ദൈവവചനത്തോട് നീ കളിക്കരുത്. ദൈവിക ഉപദേശത്തോട് കളിക്കരുത്. ഉപദേശം നിനക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ അതനുസരിച്ചാൽ മതി. ദുരുപദേശത്തിൻ്റെ പുറകെ നീ പോകരുത്. നാട് ഓടുമ്പോൾ നടുവേ പോകരുത്. ഞാൻ പറഞ്ഞ വാക്കുകൾ പിന്നെയും ആവർത്തിക്കുന്നു. നാട് ഓടും. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ വെളിപ്പെട്ടല്ലേ മതിയാകൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മധ്യത്തിൽ നിലനിൽക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ നിഗളകളും മാറട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒരു നല്ല ആരംഭം, നല്ല അവസാനം വളരെ പരിതാപകരമായി, ശോചനീയമായി, മോശമായിപ്പോയി. ഇങ്ങനൊരു അവസാനത്തിനല്ലല്ലോ ദൈവം നിന്നെ വിളിച്ചത്. ഇങ്ങനൊരു അവസാനത്തിനല്ലല്ലോ ദൈവം നമ്മെ വേർതിരിച്ചത്. ഇന്ന് പകലിൽ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകൾ അടയട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകലിനായി സ്തോത്രം. ഇത്രത്തോളം സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ അങ്ങ് കൃപ ചെയ്തല്ലോ. ദൈവസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിച്ചു. രോഗരാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്ത ഞങ്ങൾക്ക് തന്നു. എല്ലാത്തിനായിട്ട് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ അടിയങ്ങളെ സമ്പൂർണ്ണമായി തരുന്നു. പിന്നെയും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുമാറാകണം.
നിഗളം ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയും വരാതെ, നിഗളികളായി തീരാതെ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നുവെന്ന് വായിക്കുന്നു. എവിടെയും നിഗളം വരാതെ താഴ്മ ധരിച്ച് താഴ്മയോടെ ജീവിപ്പാൻ എല്ലാവർക്കും കൃപ തരണം. ഒരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണട്ടെ. ആ ഒരു താഴ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും തരുമാറാകണം. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയത്തോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരുവരേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം തന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ലൈവിൽ ദൈവത്തെ ആരാധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.